നമസ്കാരം, വെൽക്കം ടു ഫൺസ്. ഇറ്റ്സ് മീ ജൂലിയ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വെബ്3 പ്രൊജക്റ്റ് ആയിട്ടാണ്, സ്പൈസ്നെറ്റ് പോർട്ടൽ. അപ്പോൾ സ്പൈസ്നെറ്റ് എന്ന് പറയുന്നത് ഒരു DeFi ബ്രോക്കറേജ് നെറ്റ്വർക്ക് ആണ്. അതായത് ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റങ്ങളും പ്രൊജക്ട്സുകളും എല്ലാം ഒന്നായി, അതായത് ഒരുമിച്ച് കണക്ട് ചെയ്യാനുള്ള ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് ആണ് ഈ ബ്രോക്കറേജ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ DeFi ലോകത്തുള്ള ലിക്വിഡിറ്റി, ട്രേഡിംഗ്, ഈൽഡ്, ക്രോസ് ചെയിൻ ട്രാൻസ്ഫർ എന്നിവയൊക്കെ കൂടുതൽ ഈസിയും സേഫും അതേപോലെ തന്നെ ഫാസ്റ്ററും ആക്കുക എന്നത് തന്നെയാണ്. സോ ഇവരുടെ മെയിൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് സ്പൈസ് ഫ്ലോയും മറ്റൊന്ന് സ്പൈസ് എഡ്ജും. സോ സ്പൈസ് ഫ്ലോ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്ലഗും സ്പൈസ് എഡ്ജ് എന്ന് പറയുന്നത് ഒരു എക്സിക്യൂഷൻ ലെയറുമാണ്. സ്പൈസ് ഫ്ലോ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷനിൽ പല ബ്ലോക്ക് ചെയിനിലേക്കും റീഡിപ്ലോയ് ചെയ്യാതെ തന്നെ യൂസേഴ്സിന് ലഭിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതായത് ഒരു DeFi ആപ്പ് ആ ഒരു ചെയിനിൽ മാത്രം ഉള്ള ഒരു DeFi ആപ്പ് ആണെന്ന് കരുതുക. മറ്റ് ബ്ലോക്ക് ചെയിൻ യൂസേഴ്സ് ആയ എതേറിയം, BNB, സൊളാന, ബേസ് ചെയിൻ ഇതുപോലുള്ള മറ്റ് ബ്ലോക്ക് ചെയിൻ യൂസേഴ്സിനും ഇതേ ആപ്പില് സീംലെസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നമുക്ക് മറ്റ് ചെയിനിലേക്ക് റീഡിപ്ലോയ് ചെയ്യേണ്ടതില്ല, പുതിയ സ്മാർട്ട് കോൺട്രാക്ട്സ് വേണ്ട, അതേപോലെ തന്നെ എക്സ്ട്രാ ലിക്വിഡിറ്റി സെറ്റപ്പ് ചെയ്യേണ്ട. പകരം എന്താണ്, മൾട്ടി ചെയിൻ ആക്സസ് ഓട്ടോമാറ്റിക്കലി അവിടെ സെറ്റ് ആവുകയും ചെയ്യും, ക്രോസ് ചെയിൻ റൂട്ട്സ് മാനേജ് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ യൂസേഴ്സിന് ഒരേ ആപ്പ് എല്ലായിടത്തും അവൈലബിൾ ആണെന്നുള്ളൊരു ഫീലും ലഭിക്കുകയും ചെയ്യും. സോ ഇതാണ് സ്പൈസ് ഫ്ലോ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി സ്പൈസ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു എക്സിക്യൂഷൻ ലെയർ ആണെന്നുള്ളത്. ആപ്പുകൾക്ക് ലിക്വിഡിറ്റി സോഴ്സസ്, ഈൽഡ് ഓപ്ഷൻസ്, സ്വാപ്പ് റൂട്ട്സ്, ക്രോസ് ചെയിൻ എക്സിക്യൂഷൻ എന്നിവയെല്ലാം കണക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഈ സ്പൈസ് എഡ്ജ്. ഇതും ഞാൻ വ്യക്തമാക്കി തരാം. നമുക്കിപ്പം ഒരു ടോക്കൺ നമുക്ക് സ്വാപ്പ് ചെയ്യണം അല്ലെങ്കിൽ ലിക്വിഡിറ്റി ആഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഏത് ലിക്വിഡിറ്റി പൂളാണ് ബെസ്റ്റ്, ഏത് ഡെക്സ് ആണ് ചീപ്പർ, ഏത് ചെയിനിൽ സ്വാപ്പ് ചെയ്താലായിരിക്കും ഗ്യാസ് കുറവാവുക, ക്രോസ് ചെയിൻ സ്വാപ്പ് സേഫ് ആണോ, ഈൽഡ് എവിടെയാണ് കൂടുതലുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും അനലൈസ് ചെയ്ത് ബെസ്റ്റ് എക്സിക്യൂഷൻ പാത്ത് ഓട്ടോമാറ്റിക്കലി ചൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഈ സ്പൈസ് എഡ്ജ്. സോ നമുക്കിവിടെ എന്താ ലഭിക്കുക, ഫാസ്റ്റർ റിസൾട്ട് ആയിരിക്കും, ചീപ്പർ എക്സിക്യൂഷൻ ആയിരിക്കും, അതേപോലെ തന്നെ സേഫർ ട്രാൻസാക്ഷൻ ആയിരിക്കും. സോ ഇതാണ് സ്പൈസ് എഡ്ജ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്പൈസ് നെറ്റ് ഏകദേശം $3.4 മില്യൺ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. ഹാക്ക് VC, മാഗ്നസ് ക്യാപിറ്റൽ തുടങ്ങിയ വലിയ വലിയ വെബ്3 ഇൻവെസ്റ്റേഴ്സ് ആണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു പ്രൊജക്ടിന് ക്രെഡിബിലിറ്റി നൽകുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പം നിലവിൽ ടെസ്റ്റ്നെറ്റ് ഫേസിലാണ്, അതായത് പ്രീ ലോഞ്ച് സ്റ്റേജിലാണ്. ഏതാണ്ട് 2025 അവസാനിക്കുന്ന ഈ ഒരു ടൈമോട് കൂടി അവർ മെയിൻ നെറ്റ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പം തന്നെ നവംബർ മാസമാണ് ഇത്. ഇനി ഒരു മാസവും കൂടെ നമ്മുടെ മുമ്പിലുള്ളൂ. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ടെസ്റ്റ്നെറ്റ് ഫേസിൽ നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഇവരുടെ ക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക തന്നെ ചെയ്യുക. ഓക്കെ, അപ്പം ഇനി ഒട്ടും പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ടെസ്റ്റ്നെറ്റ് സൈറ്റിലേക്ക് കയറുക. അപ്പോൾ അത് ഇങ്ങനെ ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ വരിക. സോ ഇവിടെ ആദ്യം നിങ്ങൾ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പം നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കൊടുത്ത് തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഞാൻ ഇവിടെ മെറ്റാമാസ്ക് ആണ് കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ സൈൻ ഇന്നും അവർ കാണിക്കുന്നതായിരിക്കും. സോ അതുകൂടെ നിങ്ങൾ ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ വാലറ്റൊക്കെ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സോ ആ ഒരു പ്രൊഫൈൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ സോഷ്യൽ അക്കൗണ്ട്സ് ലിങ്ക് ചെയ്യാനായിട്ട് കാണിക്കും. സോ ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ നിങ്ങൾ ലിങ്ക് ചെയ്യുക. അതായത് നിങ്ങളിവിടെ നിങ്ങളുടെ മെയില്, ട്വിറ്റർ, ഡിസ്കോഡ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലിങ്ക് ചെയ്യുക. സോ ഞാനിവിടെ കാണിക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ചെയ്തെന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റുകളാണ് ചെയ്യേണ്ടത്. സോ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ ഒരു സെക്ഷൻ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് ഡെയിലി ചെക്ക് ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡെയിലി ചെക്ക് ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അവർ പറയുന്ന അവരുടെ ട്വിറ്റർ പേജ് നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്യണം. സോ നിങ്ങൾ ആദ്യം ട്വിറ്റർ പേജ് ഫോളോ ചെയ്യുക. ആ തൊട്ട് ഡെയിലി ചെക്കിൻ്റെ തൊട്ട് മുകളിലത്തെ ടാസ്ക് അതാണ്. അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡെയിലി ചെക്ക് ഇൻ അൺലോക്ക് ആവുകയുള്ളൂ. സോ നിങ്ങൾ ആദ്യം അവരുടെ ട്വിറ്റർ പേജ് ഫോളോ ചെയ്യുക.
ഓക്കെ, അപ്പോൾ അവരുടെ ട്വിറ്റർ പേജ് ഫോളോ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ 50 പോയിന്റ്സ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. സോ ആ ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്ന നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ദെൻ ഇതോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു ടാസ്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ചെക്ക് ഇൻ അൺലോക്ക് ആവുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഇനി മുതൽ ഡെയിലി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ഡെയിലി ചെക്ക് ഇൻ ചെയ്യുക. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് 1 പോയിന്റ് വെച്ചിട്ടായിരിക്കും ലഭിക്കുക. അങ്ങനെ നിങ്ങൾ എത്ര ദിവസം ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പോയിന്റ്സ്. ദെൻ താഴേക്ക് വരുമ്പോഴത്തേക്കുള്ള എല്ലാ ടാസ്കുകളും എല്ലാ ക്വസ്റ്റുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. സിമ്പിളാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിസ്കോഡിൽ അവരുടെ ആ ഒരു ചില്ലിയുടെ ആ ഒരു ഇമോജി കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു പേരിൻ്റെ മുമ്പിൽ യൂസർ നെയിമിന് മുമ്പിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ അവരുടെ ട്വിറ്റർ പേജ് ഫോളോ ചെയ്യണം. വേറെ അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ടാസ്കുകളാണ് അവർ തന്നിരിക്കുന്നത്. സോ ആ ഒരു ടാസ്കുകളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ പോയിൻറ്റ്സ് കൂടുന്നതായിരിക്കും. സോ ആ ഒരു പോയിൻറ്റ്സ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഞാൻ ഇവിടെ 2 ടാസ്ക് നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ബിക്കോസ് ഇതെല്ലാം ഈസിയാണ്. നമ്മുടെ എല്ലാം നമ്മൾ ചെയ്ത് കാണിച്ച് നമ്മുടെ വീഡിയോ ലെങ്തി ആക്കണ്ട എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. സോ ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്ത് തരാം. ഡൗട്ട്സ് വരാൻ യാതൊരു ചാൻസും ഇല്ല. ബിക്കോസ് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിവേ അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാസ്കുകളെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ 2500 പോയിൻറ്റ്സ് 2500 പ്ലസ് പോയിൻറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുക. സോ ആ ഒരു ടാസ്കുകളെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ അവിടെ ലീഡർ ബോർഡ് എന്ന സെക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ലീഡർ ബോർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡർ ബോർഡ് ട്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിലവിൽ ഈ ഒരു ടെസ്റ്റ് നെറ്റ് ഫേസിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഇനി കൂടുതൽ അപ്ഡേറ്റ്സുകളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. സോ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പം സ്പൈസ് നെറ്റ് ഇപ്പോൾ ടെസ്റ്റ് നെറ്റ് ഫേസിലായതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇവരുടെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ടാസ്കുകളെല്ലാം തന്നെ കംപ്ലീറ്റും ചെയ്യുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഈ ഒരു പ്രോജക്ട്സ് ഇനി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണേണ്ടതായിട്ട് തന്നെ ഉണ്ട്. സോ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ. അപ്പോൾ ഓവറോൾ ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം എത്രത്തോളം നല്ല രീതിയിൽ ഈ ഒരു ടെസ്റ്റ് നെറ്റ് മൂവ് ആവും എന്നുള്ള കാര്യങ്ങളേക്കൊക്കെ. സോ നമുക്ക് നല്ലൊരു ഹോപ്പ് ഈ ഒരു ടെസ്റ്റ് നെറ്റ് വെച്ചേക്കാം. സോ ഏർലി സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഇത് യൂസ് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലതായിട്ട് വരുന്നവരെ ബൈ ഗായ്സ്.